രോഗികളല്ലാത്തവർ ആരും ഉണ്ടാവില്ല, അല്ലേ? എന്നാൽ എത്ര വലിയ വേദനയെയും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ പ്രാർത്ഥന കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന അനുഭവസ്ഥർ പറയുന്നു, ഇത് ഉറപ്പാണ്. ആ രോഗത്തിന്റെ വേദനകൾ, പ്രയാസങ്ങൾ മാറുമെന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇത് നിങ്ങൾ ചൊല്ലിയാൽ എത്ര വലിയ വേദനകൾ, മൈഗ്രെയിൻ ആകട്ടെ, നടുവേദനയാകട്ടെ, മുട്ടുവേദനയാകട്ടെ, എല്ലാം മാറ്റിത്തരുമെന്ന് നബിതങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത, സ്വഹാബത്ത് തന്റെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായൊരു ദുആ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ, ദിക്റുകളിലൂടെ, സ്വലാത്തുകളിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുവാനും നമ്മുടെ പ്രയാസ, പ്രതിസന്ധി, രോഗ, ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും ഇതൊരു കാരണമാക്കി അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇതൊരു സൽപ്രവർത്തനമാക്കി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽപ്രവർത്തനമാക്കി അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അൽഹംദുലില്ലാ, എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളും ദിക്റുകളുടെ, ദുആകളുടെ, ചില ഇസ്മകളുടെ മഹത്വമാണ് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു അത്ഭുതത്തിന്റെ ദുആയാണ്. എന്ന് പറഞ്ഞാൽ, നമ്മൾ കടുത്ത വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. വേദന ഇല്ലാത്തവരാരും ഉണ്ടാവില്ല, ഇല്ലേ? മുട്ടുവേദനയുണ്ട്, നടുവേദനയുണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, അങ്ങനെ പല പല വേദനകൾ. അത് മാനസികമാകാം, ശാരീരികമാകാം, അങ്ങനെ പല പ്രയാസമാണ്. രോഗങ്ങളില്ലാത്തവരാരുമില്ല. നിന്ന് നിസ്കരിക്കാൻ വയ്യ, അത്തഹിയ്യാത്തിൽ പോകാൻ വയ്യ, സുജൂദിൽ പോകാൻ വയ്യ, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസ, പ്രതിസന്ധികളുടെ കടുത്ത വേദനയുള്ളവരുണ്ട്. മാരകമായ ക്യാൻസർ, നഊദു ബില്ലാഹ്, ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൽ അടിമപ്പെട്ടുകൊണ്ട്, രോഗം കൊണ്ട് വല്ലാതെ വേദനിക്കുന്നവർ, അതുപോലെ ഡയാലിസിസ് പേഷ്യന്റുകൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ കീറി മുറിക്കുന്ന, നീറുന്ന, വേവുന്ന ഒരുപാട് രോഗങ്ങളിലാണ് നാം എല്ലാവരും ഉള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫ തരട്ടെ. ചിലപ്പോൾ ചില വേദനകൾ വന്നാൽ നമ്മളങ്ങ് മരണപ്പെട്ടു പോവുകയാണോ എന്ന് പോലും ചിന്തിക്കും. ചിലപ്പോൾ മരിച്ചു പോകാൻ നമ്മൾ കൊതിക്കും. അങ്ങനത്തെ വേദന ചിന്തിച്ചിട്ടുണ്ടോ? ചില പല്ലുവേദന, ചെവി വേദന, നടുവേദന, മുട്ടുവേദന, അങ്ങ് മരിച്ചാൽ മതി എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്ന വേദനകൾ. അല്ലാഹു വേദനകളെ തൊട്ടെല്ലാം അല്ലാഹു നമുക്ക് വലിയ കാവലും സംരക്ഷണവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പ്രിയമുള്ളവരെ, നമ്മളെ നശിപ്പിക്കുന്ന വേദനകൾക്ക് തടയിടാൻ വേണ്ടി, ആ വേദനയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയുണ്ട്. എന്ന് പറഞ്ഞാൽ, രോഗം അത് അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹമാണ്. അതൊരു വശമാണ്. നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ രോഗം അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹമാണ്. എങ്ങനെയാണ്? അത് നമുക്ക് അള്ളാഹു സ്വർഗം തരാൻ ഉദ്ദേശിക്കുകയും, നമുക്ക് അള്ളാഹു സ്ഥാനമാനം തരാൻ ഉദ്ദേശിക്കുകയും, അതിന് നമ്മുടെ ക്വാളിറ്റി അമലുകൾ നമുക്കില്ല എങ്കിൽ, നമുക്ക് യോഗ്യത ഇല്ല എങ്കിൽ, ആ ക്വാളിറ്റി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? രോഗം തരും. രോഗം തരും. മറ്റൊന്ന്, അള്ളാഹുവിൻ നമ്മുടെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തരും. അങ്ങനെ പല കാരണങ്ങളാണ് നമുക്ക് രോഗങ്ങളത് തരുന്നത്. അത് അനുഗ്രഹമാണ്. ആ രോഗം അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹമാണ് എങ്കിൽ പോലും അത് നമുക്ക് വല്ലാത്ത പ്രയാസ, പ്രതിസന്ധികളൊക്കെയാണ്. അത്രയ്ക്ക് ഈമാനൊക്കെ നമുക്കുള്ളൂ. നമുക്കൊരു വേദന വന്നാൽ പിന്നെ നമുക്കത് നിസ്കാരം ഇല്ല. പക്ഷെ സ്വഹാബത്ത് എത്ര വേദന വന്നപ്പോഴും, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോഴും നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. അതെന്തോ ആയിക്കോട്ടെ, അതെല്ലാം നമ്മുടെ ചർച്ചാ വിഷയം. ഞാൻ വിശദീകരിച്ച് വെറുതെ സമയം കളയണില്ല. വേഗം ആ ദുആ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ചില വേദനകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് എന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ ഗുളികകൾ കഴിക്കും, പെയിൻ കില്ലറുകൾ കഴിക്കും, പക്ഷെ നമുക്ക് ഒരിക്കലും ബലം കിട്ടുന്നില്ല. എന്നാൽ മഹാനായ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ ഉസ്മാൻ ഇബ്നു അബുൽ ആസിയ സഖഫി റളിയല്ലാഹു തആല അൻഹു ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദറത്തിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, മുസ്ലിമായ അന്ന് മുതൽ, ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ എനിക്ക് ശാരീരികമായ ചില വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങളുണ്ട്, വല്ലാത്ത പ്രയാസമാണ് നബിയെ, ഒരു രക്ഷയുമില്ല, ഒരു മാർഗവുമില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞപ്പോ, സങ്കടം പറഞ്ഞപ്പോ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
നീ വിഷമിക്കണ്ട. നബി തങ്ങളടുക്കേക്ക് ഏതൊരു പരാതി വന്നാലും പരിഹാരമില്ലാത്ത മാർഗങ്ങളില്ല. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം തരട്ടെ, മദീന കാണാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. മുത്തുനബി തങ്ങൾ പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, പരിഹാരമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേദന വരുന്ന ഭാഗത്ത് വേദന, ഇപ്പൊ നെഞ്ചുവേദനയാന്ന് വിചാരിക്കുക, വയറുവേദനയാന്ന് വിചാരിക്കുക, പല്ല് വേദനയാന്ന് വിചാരിക്കുക, ചെവി വേദനയാന്ന് വിചാരിക്കുക, എന്താണോ വേദന, എവിടെയാണോ വേദന, അവിടെ നിന്റെ വലതു കൈ എടുക്കുക. ശ്രദ്ധയോടെ കേൾക്കണം. വലതു കൈ എടുക്കണം. വലതു കൈ ഇപ്പൊ ഉദാഹരണത്തിന് വയറുവേദനയാന്ന് വിചാരിക്കുക. ഇനി പോട്ടെ, നെഞ്ചുവേദന എടുക്കാൻ, നമ്മളെ നെഞ്ചുവേദന എടുക്കാൻ നമ്മുടെ വലതു കൈ, ഞാനിങ്ങനെ വലതു കൈ പൊക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇടത് കൈ ആയിട്ടായിരിക്കും തോന്നുന്നത്. അത് മൊബൈലിൽ ക്യാമറയുടെ പ്രശ്നമാണ് കേട്ടോ. ഞാൻ വലതു കൈയിലാണ് മോതിരം ധരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. പലരും കമന്റ് ഇട്ട്, ഉസ്താദ് വലതെന്ന് പറഞ്ഞ് ഇടത്താണല്ലോ പൊക്കുന്നത്, ഇടത്തെന്ന് പറഞ്ഞ് വലതാണല്ലോ, ഒന്ന് വലത് കൈയാ പൊക്കണേ. ഇടത്തെ കൈ എവിടെയാണ്? വാച്ച് കെട്ടിയിരിക്കുന്ന കൈ ഇടത്തെ കൈ, മോതിരിട്ടിരിക്കുന്ന കൈ വലത്തെ കൈ. ഇപ്പൊ എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഈ വലത്തെ കൈ നമ്മൾ എന്ത് ചെയ്യുക? വേദനയുള്ള ഭാഗത്തേക്ക് വെക്കുക. എന്നിട്ട് 3 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3 ബിസ്മി നമ്മൾ പാരായണം ചെയ്യുക. ശേഷം നമ്മൾ അവിടെ ഈ കാണുന്ന ദുആ, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. ഒന്നുകൂടി കേൾക്കാം. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. ഒന്നുകൂടി കേട്ടോ. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. എന്താണ് അർത്ഥം? പടച്ചവനെ, നിന്റെ ഇസ്സത്തിനെ തന്നെ, കുദ്റത്തിനെ തന്നെയാണ് സത്യം പടച്ചവനെ, നിന്നോട് കാവലിനെ ചോദിക്കാണ്. ഈ വേദനയെ തൊട്ട്, പ്രയാസങ്ങളെ തൊട്ട്, അല്ലാഹ് എന്നെ നശിപ്പിച്ചു കളയുന്ന വേദനയെ തൊട്ട് നീ ശമനം തരണേ അല്ലാഹ്. അല്ലാഹുമ്മ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ 7 തവണ പാരായണം ചെയ്യണം. എൻ്റെ പ്രിയമുള്ളവരെ, മഹാൻ പറയാണ്, മഹാനായ ഉസ്മാൻ ബിൻ അബുൽ ആസിയ സഖഫി തങ്ങൾ പറയാണ്, ഞാനിത് ചൊല്ലി അള്ളാഹു എനിക്ക് പൂർണ്ണമായും മാറ്റി തന്നു. അന്ന് മുതൽ എൻ്റെ കുടുംബത്തിന് ഞാനിത് പഠിപ്പിച്ചു കൊടുത്തു. കുടുംബവും ഏത് വേദന വന്നാൽ ഇത് ചെയ്യും. വേദന പിന്നീട് ഉണ്ടായിട്ടില്ല, പിന്നീട് ആ രോഗം വന്നിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എങ്ങനെ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ ഇത് ഒരു രീതിയുണ്ട്. ഈ 7 ദുആ പറയേണ്ടത് എങ്ങനെയാണ്? 3 തവണ ബിസ്മി പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദനയുള്ള ഭാഗത്തോട്ടോ, അപ്പൊ കൈ തോളിലാണ് വേദന. 3 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നു. എന്നിട്ട് ശേഷം നമ്മൾ ദുആ പറയണം. ഏതാണ്? അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. ഇവിടെ നമ്മൾ തടകണം. മനസ്സിലായോ? നമ്മൾ തടകണം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ആ ദുആ പറയണം. അങ്ങനെ ഓരോ ദുആ കഴിയുമ്പോഴും തടകുക, ദുആ ചെയ്യുക, കൈ ഉയർത്തുക, ദുആ ചെയ്യുക, തടകുക, കൈ മാറ്റുക, വീണ്ടും വെക്കുക, നമ്മൾ ചൊല്ലുക. മഹാനായ അനസ് ബിൻ മാലിക് തങ്ങൾ ഇങ്ങനെ രൂപം പറയുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായി മാറ്റുമെന്നാണ്. നമുക്ക് എല്ലാത്തിലും ഒരു ഈമാൻ ഉണ്ടാകണം. ദുആ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സ്വലാത്ത് കൊണ്ടും ദിക്റ് കൊണ്ടും അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ മരുന്ന് കഴിക്കേണ്ടെന്നല്ല എന്ന് കരുതി നെഞ്ചുവേദന വന്നു, ഉസ്താദ് പറഞ്ഞു ആശുപത്രിയിൽ പോകണ്ട, ഇങ്ങനെ ചൊല്ലിയാൽ മതി എന്ന് നിങ്ങൾ ദയവായി എന്നെ കൊടുക്കരുത്. നമ്മൾ ആശുപത്രിയിൽ പോകുന്നതിനോടൊപ്പം ഇത് ചെയ്യണമെന്നാണ് ഈ പറയണത്. രോഗം വന്നാൽ ചികിത്സിക്കൽ സുന്നത്താണ്. അത് ഹോസ്പിറ്റലിൽ പോവുക തന്നെ വേണം. നമ്മൾ വലിയ ഈമാനും കബൂലുള്ള ആളുകളൊന്നുമല്ല, തവക്കുലിന്റെ ആളുകളും അല്ല. സ്വഹാബത്തൊക്കെ അങ്ങനെ ആയിരുന്നു. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഈമാൻ കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ്, അദബ് കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ്, അറിവ് കുറഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ റബ്ബിനെ തവക്കുലാക്കി നിങ്ങൾ മരുന്ന് കഴിച്ചോളി, അതോടൊപ്പം ഇതൊക്കെ ചെയ്യും. അപ്പൊ അതിന് ചെയ്യുന്ന മരുന്നിന് ബലം ഉണ്ടാകും, അള്ളാന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ എന്ന ദുആ പഠിച്ചു വെക്കണം. വളരെ ചെറിയ ദുആയല്ലേ. മക്കളെ പഠിപ്പിക്കണം, കുടുംബക്കാരെ പഠിപ്പിക്കണം. സ്വഹാബത്ത് പഠിപ്പിച്ചിരുന്നു. അതിന്റെ പ്രതിഫലനം നമുക്കും ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരട്ടെ. വളർന്നു വരും തലമുറയിലേക്ക് നമ്മൾ കൈമാറി കൊടുക്കുക. അതിന്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ബദറിൻ തീരം ഈ പരിശുദ്ധമായ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ്. അൽഹംദുലില്ലാഹ് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജ്ലിസാണ് ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ്. ആ മജ്ലിസിന്റെ 1001ാമത് മജ്ലിസിന്റെ വാർഷികം സെപ്റ്റംബർ മാസം 20, 21 ഈ മാസം 20, 21 തീയതി ശനി ഞായർ ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് കൊല്ലം ജില്ലയിലെ കടക്കലിനടുത്ത് കുമ്മൾ പള്ളിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. നിങ്ങൾ എല്ലാവരും അതിൽ ഭാഗവാക്കാവുക.
നിങ്ങൾ ദുആ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ തൃപ്തിയും അള്ളാഹിന്റെ പൊരുത്തം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കമന്റുകളും കാണുന്നുണ്ട്. ഓരോരുത്തർക്കും മറുപടി തരാനുള്ള തിരക്ക് കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് മറുപടി തരാത്തത്. കമന്റുകളൊക്കെ കാണുന്നുണ്ട്. അള്ളാഹു നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, കമന്റിലൂടെ പറഞ്ഞവർ, നേരിട്ട് പറഞ്ഞവർ, ഫോണിലൂടെ പറഞ്ഞവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്നത് വരെ ക്യാൻസർ എന്ന രോഗമുണ്ട് എന്ന് കേൾക്കാൻ അള്ളാഹു ഇടവരുത്താതിരിക്കട്ടെ. കീറുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തളർന്നു കിടക്കുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. കിടന്ന കലപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. അള്ളാഹ് സ്വന്തം മക്കൾ വന്നടുത്തിരുന്നിട്ട് ഈ വാപ്പൊന്നും മരിക്കണില്ലല്ലോ, ഈ ഉമ്മയൊന്നും മരിക്കുന്നില്ലല്ലോ എന്ന് ഞങ്ങളെക്കുറിച്ച് പറയുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ പടച്ചവനെ. എപ്പോ മരിച്ചാലും ഈമാനോടെ ജീവിച്ച് ആഫിയത്തോടെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ ആർക്കും ഭാരമാകാതെ മരിക്കാൻ നീ ഭാഗ്യം തരണയല്ല. ഈമാനോടുകൂടിയുള്ള മരണം തരണയല്ല. പോസ്റ്റ്മോർട്ടം പോലെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം പടച്ചവനെ. സ്വർഗം കണ്ട് മരിക്കാൻ, റൗള കണ്ട് മരിക്കാൻ, കഅബ കണ്ട് മരിക്കാൻ, റൗളയിൽ കിടന്ന് മരിക്കാൻ, ജന്നത്തുൽ ബഖീൽ കബറടക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണയല്ല. നീ സ്വീകരിക്കണ റബ്ബേ. നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കണയല്ല. മരണപ്പെട്ടവർ ഖബർ വിശാലമാക്കണയല്ല. ഈ സദസ്സ് നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹു നീ സ്വീകരിക്കണയല്ല. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതൂബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം ബദറും തീരം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.